ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സബാജോ കലാവിത. ഇന്ന് നമ്മൾ മാതാവിൻ്റെ പള്ളി, അതായത് ശിവാജി നഗറിലുള്ള സെൻറ്റ് മേരീസ് ബസിലിക്ക ചർച്ചിനെ വിസിറ്റ് ചെയ്യാൻ പോകുന്നു. വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ചേട്ടനാണ്. ഇതൊരു ക്രിസ്മസ് സീസണാണ്. സോ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു മാതാവിൻ്റെ പള്ളിയിൽ ഈ ഒരു സമയത്ത്, അതായത് ക്രിസ്മസ് കഴിഞ്ഞിട്ട് ന്യൂ ഇയറിന് മുൻപ് ഈ ഒരു സമയത്ത് വിസിറ്റ് ചെയ്യണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. സോ ആ ആഗ്രഹം ഇപ്പം സാധിക്കാൻ പോകുന്നു. ബാംഗ്ലൂരിൽ ശിവാജി നഗറിലുള്ള മാതാവിൻ്റെ നാമത്തിലുള്ള സെൻറ്റ് മേരീസ് ബസിലിക്ക എന്ന പള്ളിയെക്കുറിച്ച് അറിയാത്തവർ ആരും ഉണ്ടാവില്ല. ഇതൊരു തീർത്ഥാടന ക്ഷേത്രവും പുണ്യക്ഷേത്രവുമായി അറിയപ്പെടുന്നു. മാത്രമല്ല, മാതാവിൻ്റെ പള്ളിയിൽ എല്ലാ മതത്തിലുള്ള ആളുകളും വന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും നേർച്ചകൾ നേരുകയും ചെയ്യുന്നു. ഇതൊരു പ്രസിദ്ധമായ തീർത്ഥാടന ക്ഷേത്രമായതുകൊണ്ട് എല്ലാ സമയങ്ങളിലും ആൾക്കാർ വരികയും പ്രാർത്ഥിക്കുകയും ഒരുപാട് ഫോറിനേഴ്സ് ഈ പള്ളിയിൽ വിസിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. സെപ്റ്റംബർ 8 മാതാവിൻ്റെ പെരുന്നാൾ ഈ പള്ളിയിൽ വളരെ ആഘോഷത്തോടെ ആചരിക്കുകയും വേറെ വേറെ നാട്ടുകളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും ലക്ഷത്തോളം ആൾക്കാർ വന്ന് പെരുന്നാളിൽ സംബന്ധിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ഇതിഹാസം അറിഞ്ഞാലോ? എല്ലാ കാര്യങ്ങളല്ല, ചില കാര്യങ്ങൾ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ പറയാം, നമുക്ക് കേട്ടുകൊണ്ട് പോകാന്നേ. 1648 അന്നത്തെ മൈസൂരിൻ്റെ രാജധാനിയായിരുന്ന ശ്രീരംഗപട്ടണം എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യമായി ക്രൈസ്തധർമ്മം തുടക്കം വയ്ക്കുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് ബാംഗ്ലൂർ എന്ന് പറയുന്നത് അത്ര വലിയ സിറ്റി ഒന്നല്ല കേട്ടോ. ബാംഗ്ലൂരിൽ ആദ്യമായിട്ട് പള്ളി തുടങ്ങിയത് ബാംഗ്ലൂരിൻ്റെ കലാസിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. അന്ന് ടിപ്പു സുൽത്താൻ്റെ പിതാവായ ഹൈദരാലി ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം, അതായത് 1724-25 കാലഘട്ടത്തിൽ നമ്മുടെ ബാംഗ്ലൂരിലെ കലാസിപ്പാള്യ എന്നുള്ള സ്ഥലത്ത് ആദ്യമായി ഒരു ക്രൈസ്ത ദേവാലയം നിർമ്മിച്ചു. ഹൈദരാലിയുടെ ഭരണശേഷം മകൻ ടിപ്പു സുൽത്താൻ ഭരണമേറ്റെടുത്തപ്പോൾ ക്രിസ്ത്യാനികൾ ഒരുപാട് പ്രതികൂലമായ സന്നിവേശങ്ങൾ നേരിടേണ്ടി വന്നു. ഒരു ക്രൈസ്ത വിരോധിയായിരുന്ന ടിപ്പുവിൻ്റെ ഭരണം ക്രൈസ്ത മതം വ്യാപരിക്കാൻ തടസ്സമുണ്ടാക്കുകയും ക്രൈസ്ത പുരോഹിതന്മാരെ ഉപദ്രവിക്കുകയും ക്രിസ്ത്യാനികളെ ചൂഷണം ചെയ്യുകയും ചെയ്തു. ഈ കാരണത്താൽ 18-ാം നൂറ്റാണ്ട് വരെയും ക്രൈസ്തധർമ്മം വ്യാപരിക്കുന്നതിൽ വലിയ പുരോഗതിയൊന്നും കണ്ടില്ല. ടിപ്പുവിൻ്റെ മരണശേഷം ഫ്രാൻസിൽ നിന്ന് വന്ന ഫ്രഞ്ച് പുരോഹിതനായ ഫാദർ ആന്റോയിൻ ഡുബോയിസിൻ്റെ നേതൃത്വത്തിൽ ക്രൈസ്തമതം പുനരുദ്ധരിക്കാൻ തുടക്കമിട്ടു. അങ്ങനെ 1803 ഫാദർ ആന്റോയിൻ ഡുബോയിസിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ശിവാജി നഗരം എന്ന് വിളിക്കപ്പെടുന്ന അന്നത്തെ ബിളേക്കനഹള്ളി അല്ലെങ്കിൽ ബിളിഹക്കി ഹള്ളി എന്ന സ്ഥലത്ത് ഓല കൊണ്ട് മെനഞ്ഞ ചെറിയൊരു ദേവാലയം നിർമ്മിക്കുകയുണ്ടായി. പിന്നീട് 1813 ബ്രിട്ടീഷുകാർ ഈ പള്ളിയെ പുതുക്കിപ്പണിയുകയും അവിടെ മാതാവിൻ്റെ സ്വരൂപം വെച്ച് പള്ളിക്ക് ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് പ്യൂരിഫിക്കേഷൻ എന്ന്, അഥവാ ബ്ലാക്ക് പള്ളി എന്ന് പേര് നൽകുകയുണ്ടായി. 1832 നടന്ന സംഘർഷത്തിൽ പള്ളിയുടെ കെട്ടിടം പൂർണ്ണമായി തകർക്കപ്പെടുകയും പിന്നീട് 1883 വരെയും ആ പള്ളിക്ക് ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് പ്രസൻറ്റേഷൻ എന്ന് പേര് നൽകുകയും ചെയ്തു. 1875 മുതൽ 82 വരെയുള്ള കാലഘട്ടത്തിൻ്റെ അവധിയിൽ ഫാദർ ക്ലൈനറിൻ്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ മാതാവിൻ്റെ പള്ളി പണിതിരിക്കുന്നത്. ഈ പള്ളി കുരിശിൻ്റെ ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1882 ഡിസംബർ 8 അന്നത്തെ പിതാവായിരുന്ന ബിഷപ്പ് കാർഡോയുടെ നേതൃത്വത്തിലും 35 പേർ വൈദികന്മാരുടെയും 4000 പേർ ഭക്താദികളുടെയും സമൂഹത്തിൽ പള്ളി വെഞ്ചരിക്കുകയുണ്ടായി. അന്ന് ഈ പള്ളിക്ക് ദ ചർച്ച് ഡെഡിക്കേറ്റഡ് ടു ദ നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി എന്ന് പേര് നൽകുകയുണ്ടായി. ഇറ്റാലിയിൽ നിന്ന് കൊണ്ടുവന്ന മാതാവിൻ്റെ സുന്ദരമായ ഒരു പ്രതിമ ഇന്നും ആ ദേവാലയത്തിൽ ഒരു ആകർഷണ ബിന്ദുവായി തിളങ്ങി നിൽക്കുകയാണ്. ഒരു ചെറിയ പുഞ്ചിരിയോടെ ഇരിക്കുന്ന ഉണ്ണീശോയെ കൈകളിലേന്തി നിൽക്കുന്ന മാതാവിൻ്റെ ആ ഒരു സുന്ദര രൂപം
ഭക്താദികളെ ആകർഷിക്കുന്ന പ്രധാന ഒരു കേന്ദ്രബിന്ദുവായി തീർന്നു. പിന്നീട് 1973 ഈ ദേവാലയത്തിന് ചർച്ച് അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് എന്ന് പേരു നൽകുകയും അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ചിന്നപ്പ ആറാമൻ ഈ ദേവാലയത്തെ സെൻറ്റ് മേരീസ് ബസിലിക്ക എന്ന് വിളിക്കുകയുണ്ടായി. അന്നു മുതൽ ഇന്ന് വരയ്ക്കും സെൻറ്റ് മേരീസ് ബസിലിക്ക എന്ന നാമത്തിൽ ഈ പള്ളി അറിയപ്പെടുന്നു. അപ്പോൾ ഫ്രണ്ട്സ് കേട്ടല്ലോ, ഇതാണ് മാതാവിൻ്റെ പള്ളിയുടെ ചരിത്രം. എനിക്ക് അറിവുള്ളതും ഞാൻ കേട്ട് മനസ്സിലാക്കിയതുമായ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോടിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും പള്ളിയുടെ കുറിച്ച് കുറേ കാര്യങ്ങൾ ഞാനും അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമുണ്ട്. അപ്പോൾ അത്യാവശ്യം പള്ളിയുടെ കുറിച്ചുള്ള ഏകദേശം ചരിത്രം നമുക്ക് മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ നമുക്കിനി അടുത്തത് പള്ളിയിൽ പോയി അവിടുത്തെ ഇന്ന് ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് പള്ളിയുടെ പുൽക്കൂടൊക്കെ കണ്ട് കുർബാനയിലൊക്കെ പങ്കെടുത്ത് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ലെങ്തി ആണെന്ന് പറഞ്ഞ് ആരും വീഡിയോ ഓടിച്ച് കളയോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയോ ചെയ്യരുത്. പൂർത്തിയായിട്ട് കാണണം, ഇതിൻ്റെ റിക്വസ്റ്റാണ്. പിന്നെ നമ്മളെ പോലെ തന്നെ മറ്റുള്ളവരും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക. അതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബാജോ കലാവിത എന്ന പേരുള്ള എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷൻ കിട്ടുവാനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഒരു സപ്പോർട്ട് എനിക്ക് മാക്സിമം നൽകുക എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പള്ളിയിലേക്ക് പോകാം.
தெரிவித்த இயேசு திருதேவி, எங்கள் குடும்பங்களின் மட்டில் உமக்குள்ள சர்வ அதிகாரத்தை முழுமையாய் அங்கீகரிக்கும்படி இதோ இன்று இங்கே கூடியிருக்கிறோம். இது முதல் உமது ஜீவியத்தை பின்பற்றி நடக்க ஆசைக்கிறோம். நாங்கள் யாவரும் சமாதானமாய் ஒத்து வாழ்வதற்காக அவசரமான துணையங்கள் இந்த குடும்பங்களில் நாளுக்கு நாள் அதிகரிக்க வேண்டும் என்று விரும்புகின்றோம். நீர் தாமே ஜெயித்து விழுங்கியிருக்கும் உலக பற்றுதல்களை எல்லாம் எங்களை விட்டு அகற்றி போட ஆசைக்கிறோம். கபடற்ற எங்கள் விசுவாசத்தின் வழியாய் எங்கள் புத்தி அரசராக ஆள்கிறாக. முழு இதயத்தோடு உம்மை நேசிப்பதால் எங்கள் இருதயங்களில் அரசராக வீற்றிருப்பதாக. திவ்ய நற்கரையில் உம்மை அடிக்கடி உட்கொள்வதனால் இந்த எங்கள் சிநேகத்தை அதிகரித்துள்ளார்கள். ஓ இயேசுவின் திருதேவி, எங்கள் மத்தியில் உமது சிம்மாசனத்தை ஸ்தாபித்து ஆத்ம சரீர விசேஷமாக അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. സമയം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ മാതാവിൻ്റെ പള്ളിയിലേക്ക് ഒരു വിസിറ്റ് കൊടുക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ഞാൻ നിങ്ങളുടെ കൂട്ടുകാരൻ സെബാസ്റ്റ്യൻ. ബൈ.